പോക്കും. കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് വലിയ ഭൂരിപക്ഷം നടപടി ജയിക്കുന്ന പ്രദേശമാണ്. CPM-ന്റെ 48 കൊല്ലത്തെ ഭരണം കോഴിക്കോടിന്റെ മണ്ണിൽ കുഴച്ചു കൂടും. കോഴിക്കോട് കോർപ്പറേഷൻ UDF-ന്റെ അധികാരത്തെ തിരിച്ചു പിടിച്ചിട്ടു. ഇത് ഒരു താക്കീതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കോർപ്പറേഷനിൽ ഉജ്ജ്വലമായ വിജയം കൈവരിക്കുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണെന്ന് ഞങ്ങളത് പിടിച്ചെടുക്കുമ്പോ 26 വോട്ടിനാണ് ജയിച്ചത്. അത് 10% വർധനമെങ്കിലും ഈ ഭൂരിപക്ഷത്തിലുണ്ടാവും. കോൺഗ്രസ് അപ്രസക്തമാണ്. കോൺഗ്രസിന് കോഴിക്കോടിന് മുന്നിൽ കുഴച്ചു പോകുന്നു. നമസ്കാരം. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ആഘോഷം അതിന്റെ കലാശക്കൊട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്റെ ഈ പിറകിൽ കാണുന്നത് ഇവിടെയുള്ള BJP പ്രവർത്തകരുടെ ആഘോഷമാണ്. 3 മുന്നണികളും ഇവിടെ പാളയം ജംഗ്ഷന് സമീപത്ത് തന്നെയാണ് അവരുടെ കലാശക്കൊട്ടിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ കലാശക്കൊട്ടാണ് ഇപ്പോൾ പാളയം ജംഗ്ഷന് സമീപത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മുന്നണികളുടെയും പ്രവർത്തകർ ഇവിടെ വലിയ ആവേശത്തിൽ എത്തിച്ചേരുകയും അവർ ആ പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് രംഗം കൊഴുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരൊപ്പം തന്നെ നേതാക്കളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും എല്ലാം രംഗത്തെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശീർവാദത്തിന് വേണ്ടി വാർഡിൽ മത്സരിക്കുന്ന അൻവറ സെക്കോർഡിന് എല്ലാ വോട്ടുകളും ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ പോക്കും. UDF പിടിക്കും. UDF-ന് സീറ്റാത്. UDF പിടിക്കും. UDF-ന് സീറ്റാ ആണ്. ജയിക്കും ഞങ്ങള്. തിരിച്ചു പിടിച്ചിരിക്കും. കോർപ്പറേഷന്റെ കോഴിക്കോട് കോർപ്പറേഷൻ UDF-ന്റെ അധികാരത്തെ തിരിച്ചു പിടിച്ചിരിക്കും. ഇത് ഒരു താക്കീതാണ്. ഞങ്ങൾ ജയിക്കും. 61 വരെ നമ്മൾ ജയിക്കും. തിരിച്ചു പിടിച്ചിരിക്കും. ഞങ്ങളുടെ ബാച്ചിയാണ്. ബാച്ചി അഭ്യർത്ഥിക്കുകയാണ്. വർഗീയതയും അസഹിഷ്ണുതയും ഹിംസയും നമ്മുടെ സ്വന്തം ജനകീയ സ്ഥാനാർത്ഥി അയ്യൂബിൽ വാഹനത്തിന്റെ പുറകിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം വലിയ ആവേശത്തിലാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നാസിക്കുകളും നൃത്തങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തകരുടെ രംഗം കൊഴുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ കോൺഗ്രസ് അപ്രസക്തമാണ്. CPM-ന്റെ 48 കൊല്ലത്തെ ഭരണം കോഴിക്കോടിന്റെ മണ്ണിൽ കുഴച്ചു കൂടും. എല്ലാ അർത്ഥത്തിലും ഈ ടൗണിൽ BJP-യുടെ മുന്നേറ്റത്തിന് പാടില്ല. BJP-യും NDA-യും LDF-ഉം തമ്മിലുള്ള മത്സരം കോൺഗ്രസ് അപ്രസക്തമാണ്. കോൺഗ്രസിന് കോഴിക്കോടിന് മുന്നിൽ കുഴച്ചു കൊടുക്കും. BJP 30 സീറ്റ് പിടിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവും കോഴിക്കോട്. അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ,
45 വർഷമായിട്ട് ഇടതുപക്ഷത്തിനെയാണ് ഭരിക്കുന്നത്. തുടരുന്ന CPI. തീർച്ചയായും ഞാനിപ്പോൾ ഇവിടെ ഇടത് പ്രവർത്തകരുടെ ആവേശ പ്രകടനത്തിനിടയ്ക്കാണ്. കലാശക്കൊട്ട് പാളയം വാർഡിൽ മത്സരിക്കുന്നത് CPI-യുടെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ അരിവാളും നെൽക്കതിരുമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. നമുക്ക് കാണാം ഇവിടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാളും നെൽക്കതിരുമെല്ലാം ആലേഖനം ചെയ്ത കൊടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവർത്തകർ വലിയ ആവേശത്തിൽ പാട്ടിനൊപ്പം നൃത്തം ചെയ്യുകയാണ്. വലിയ ആവേശത്തിലാണ് ഇവിടെ ഇടതു മുന്നണിയുടെയും പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുള്ളത്. മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ CPI-യുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും ഈ വലിയ ആരവം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കോർപ്പറേഷനിൽ ഉജ്ജ്വലമായ വിജയം കൈവരിക്കുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണെന്ന് ഈ പാളയത്തങ്ങാടിയിൽ മാത്രമല്ല കോഴിക്കോട്ടെ 76 ഡിവിഷനുകളിലും ഇതുപോലെ വലിയ ജനങ്ങളുടെ വലിയ ഇടതുപക്ഷ പ്രവർത്തകർ ആവേശകരമായ അനുഭവമായിട്ട് ഇത് മാറുകയാണ്. 5 വർഷം കൊണ്ട് 13 കോടി 61 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിച്ചു. ചാലപ്പുറം സ്കൂളിന് 3 കോടി രൂപയുടെ കെട്ടിടം ഉണ്ടായി. പുതിയ പാലം ശ്മശാനമാക്കി നവീകരിച്ചു. അങ്ങനെ തുടങ്ങി 13 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ വികസന പ്രവർത്തനം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ തേരെടുക്കുന്നത്. വിജയം സുരക്ഷിതമാണ്. ഞങ്ങളത് പിടിച്ചെടുക്കുമ്പോ 26 വോട്ടിനാണ് ജയിച്ചത്. അത് 10% വർധനമെങ്കിലും ഈ ഭൂരിപക്ഷത്തിലുണ്ടാവും. ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്ന് പറഞ്ഞൊരു ചിന്തയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ സിറ്റിംഗ് സീറ്റാണ് പാളയം വാർഡ്. ആ വാർഡ് മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷൻ നിലവിൽ ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ വലിയ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. വികസിത കേരളത്തിന് വേണം 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 BJP വേണം ഭരിക്കണം ജനഹിതത്തിന്. ഈ കൊട്ടിക്കലാശം അതിന്റെ എല്ലാ ആഘോഷങ്ങളിലേക്കും കടക്കുകയാണ്. നൃത്തം ചെയ്തും പടക്കം പൊട്ടിച്ചും ഒക്കെ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അവർ ഇപ്പോഴേ പ്രവചിക്കുകയാണ്. അവർ അതിന്റെ ഒരു ആഘോഷത്തിന്റെ എല്ലാ സീമകളും തകർത്തെറിഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് പാളയത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്.